ലോകത്തിലെ ഏറ്റവും നീണ്ട എഴുതപ്പെട്ട ഭരണഘടന 25 ഭാഗങ്ങളിലായി 448 ആർട്ടിക്കിളുകൾ, 12 ഷെഡ്യൂളുകൾ. നമ്മുടെ അഭിമാനമായ രാജ്യത്തിന്റെ അടിത്തറയായ ഭരണഘടനയ്ക്ക് ഇന്ന് 75 വയസ്സ്. 1946 ജൂലൈയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി. 1947 ഓഗസ്റ്റ് 29-ന് കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നു. ഡോക്ടർ BR അംബേദ്കർ ആ സമിതിയെ നയിച്ചു. 2 വർഷവും 11 മാസവും എടുത്ത് തയ്യാറാക്കിയ ഭരണഘടന ഈ കാലയളവിൽ 106 ഭേദഗതികൾ കണ്ടു. വോട്ടവകാശം മുതൽ പൗരത്വം വരെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ആളിക്കത്തിയ നിരവധി ഭേദഗതികൾ. ഭരണഘടനാ ഭേദഗതികളുടെ ചരിത്രം പറയുകയെന്നാൽ രാജ്യത്തിന്റെ തന്നെ ചരിത്രം പറയുകയാണ്. ആ ഭേദഗതികളിലെ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ഒന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. 1951-ൽ ആർട്ടിക്കിൾ 19 ഭേദഗതി ചെയ്തു. ആവിഷ്കാര സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ആ ഭേദഗതി കൊണ്ടുവന്നത്. 1960 9-ാം ഭരണഘടനാ ഭേദഗതി. ഇന്തോ പാക് കരാറിന്റെ അടിസ്ഥാനത്തിൽ തർക്കം നിലനിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയത് ഈ ഭേദഗതി പ്രകാരമാണ്. 1972 ലോക്സഭാ സീറ്റ് പുനർനിർണയ ഭേദഗതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 525-ൽ നിന്ന് 545 ഉയർത്തിയത് ഈ ഭേദഗതി പ്രകാരമായിരുന്നു. 1985 കൂറുമാറ്റ നിരോധന നിയമം. ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തി. പിന്നീട് നിരവധി സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനുൾപ്പെടെ ഈ നിയമം നിർണായകമായി. 1989 ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്താണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കി കുറച്ചത്. 1992-ലെ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകി. 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ഈ ഭേദഗതിയിലൂടെ 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. 2015 ചരക്ക് സേവന നികുതി അവതരിപ്പിച്ചു. രാജ്യത്ത് നികുതി സംവിധാനത്തെ ആകെ പൊളിച്ചുപടുത്ത നിയമ ഭേദഗതിയായിരുന്നു GST. 2019 മുന്നോക്ക സംവരണ നിയമം നടപ്പിലാക്കി. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് തൊഴിലിലും വിദ്യാഭ്യാസത്തിലും 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ നിയമ ഭേദഗതിയായിരുന്നു ഇത്. 2020 പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സീറ്റ് സംവരണം നീട്ടി. ആംഗ്ലോ ഇന്ത്യൻ വംശജർക്കുള്ള പ്രത്യേക പ്രാതിനിധ്യം എടുത്തു നീക്കി. 2023 വനിതാ സംവരണ ബില്ല്. ലോക്സഭയിലും അസംബ്ലികളിലും സ്ത്രീകൾക്ക് 30% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി. മാറി മാറി വരുന്ന സർക്കാരുകൾ അവതരിപ്പിക്കുന്ന ഈ ഭേദഗതികൾക്കപ്പുറം ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മാറാതെ നിലനിൽക്കുകയാണ്.